ഒരു തക്കാളി ചട്നി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ചട്നിക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. സവാള, കറിവേപ്പില, തക്കാളി, ഒരു പച്ചമുളക്. ചൂടായ ചീനിച്ചട്ടിയിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കാൻ പോവുകയാണ്. നമ്മൾ ചോപ്പ് ചെയ്ത സാധനങ്ങൾ എടുത്തിട്ട് വഴറ്റാൻ പോവുകയാണ്. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഉള്ളി ഏകദേശം ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് വീണ്ടും വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഇളകി കൊടുത്ത് കരിഞ്ഞു പോകാതെ സൂക്ഷിക്കുക. മീഡിയം തീയിൽ വേണം വഴറ്റിയെടുക്കാൻ. തക്കാളി നമ്മൾ വഴണ്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കും. നമ്മൾ ഓൾറെഡി ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മുളക് പൊടി മാത്രം ചേർക്കുക. എരിവ് കൂടുതൽ വേണ്ടവർക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ആ ചെറിയ തീയിൽ ആ മുളകിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമ്മൾ ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ആറുന്നിടം വരെ ഓഫ് ചെയ്ത് വയ്ക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. നമുക്കത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. നമ്മുടെ ചട്നി അരച്ചെടുത്തിട്ടുണ്ട്.